ഗാന്ധിയൻ ദർശനം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്റർനാഷണൽ കോൺഗ്രസ് ആണെന്ന് മുൻ MLA VT ബൽറാം കരുനാഗപ്പള്ളിയിൽ സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക നായകർ അവാർഡിനു വേണ്ടി രാജകൊട്ടാരങ്ങളിലെ വിദൂഷകന്മാരെ പോലെ മുഖ്യമന്ത്രിയെയും ഭരണാധികാരികളെയും പുകഴ്ത്തി നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാന്ധിയൻ ദർശനം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്റർനാഷണൽ കോൺഗ്രസ് ആണെന്ന് മുൻ MLA VT ബൽറാം കരുനാഗപ്പള്ളിയിൽ സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക നായകർ അവാർഡിനു വേണ്ടി രാജകൊട്ടാരങ്ങളിലെ വിദൂഷകന്മാരെ പോലെ മുഖ്യമന്ത്രിയെയും ഭരണാധികാരികളെയും പുകഴ്ത്തി നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്ങനെയാണ് കോൺഗ്രസ് ഇന്നലകളിലും ഇന്നും നാളെയും ഇന്ത്യയുടെ പര്യായമായി മാറുന്നത്? അതിനെക്കുറിച്ച് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് നമ്മൾ കോൺഗ്രസുകാർക്ക് തന്നെയാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനുള്ള ഒരു വേദിയായി ഈ ഓഫീസ് മാറട്ടെ എന്നുള്ളതാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എത്രയധികം മറ്റ് സംഘടനകളുണ്ട്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു സംഘടനയ്ക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുമോ സാക്ഷാൽ മഹാത്മാഗാന്ധി ഞങ്ങളുടെ പ്രസിഡന്റ് ആയിരുന്നു എന്ന്? നമ്മൾ കോൺഗ്രസുകാർക്കല്ലാതെ അഭിമാനിക്കണം. നമ്മൾ വിദ്വാൻ വാഴയത്ത് ഇസാഖ് സാഹിബ് സ്മാരക കോൺഗ്രസ് ഭവൻ UDF കൊല്ലം ജില്ലാ ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പനക്കുളങ്ങര സുരേഷ് അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറിമാരായ R രാജശേഖരൻ, തൊടിയൂർ രാമചന്ദ്രൻ, ബിന്ദു ജയൻ, M അൻസാർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ജവാദ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് N അജയകുമാർ, ബോബൻജി നാഥ്, മുനമ്പത്ത് ശിഹാബ്, ജോയി വർഗീസ്, MK വിജയഭാനു, M നിസാർ, താഹ പുതുക്കാട്, അലി ബിജു, ഫിലിപ്പ് മാത്യു, S മോളി, കുഞ്ഞുമോൻ കുളച്ചേലിൽ, ഗഫൂർ, അശോകൻ അമ്മവീട്, താഹിർ, സുഭാഷ് ബോസ്, സലീം കുമാർ, രമേശ് ബാബു, കിരൺ RS, വാഴയത്ത് ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.